ഹലോ ഗൈസ്, ക്രിസ്റ്റി വൈബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീടെന്ന് വെച്ചാൽ നമ്മളിന്ന് ഹോസ്റ്റൽ കുക്കിംഗ് ബിരിയാണി വെക്കാൻ പോവാണ്. അപ്പം ഹോസ്റ്റലിലെ ബിരിയാണി വെക്കാൻ പോവാണ്. അപ്പം അതിനായിട്ടുള്ള ഉരുളിയൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ ആവശ്യത്തിന് സവോള അരിഞ്ഞിട്ട്, പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോഴേക്കും ഇളക്കി അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ, മഞ്ഞപ്പൊക്കെ ഒന്ന് പിടിച്ച് വരുമ്പോൾ നമുക്ക് നേരെ ഒന്ന് അതിൻ്റെ പച്ചക്കറി കാര്യങ്ങളൊക്കെ ഒന്ന് അരിയാൻ പോയേക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ തക്കാളിയൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി വെട്ടി ഒതുക്കിയിട്ടുണ്ട്. ഇനി സള്ളാസുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു, വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനി അത് ബിരിയാണിക്കുള്ള കിഴങ്ങൊക്കെ അരിയാണ്. അങ്ങനെ ഇഞ്ചി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. നന്നായിട്ട് കുറേ നേരം അരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് ആ കറി സെറ്റായി. അങ്ങനെ ഗൈസ്, നമ്മുടെ കറി ഏകദേശം സെറ്റായിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. ഇപ്പം തന്നെ അതിന് നല്ല മണം വരുന്നുണ്ട്. അപ്പം ഏകദേശം സെറ്റായെന്ന് അർത്ഥം. ഇനി ഇതിലേക്ക് ചിക്കൻ പൊരിച്ചത് ആഡ് ചെയ്യുകയാണ്. ജസ്റ്റ് പീസൊക്കെ കേട്ടോ, അടിപൊളിയാണ്. ഇളച്ച എണ്ണക്കിറന്ന് മറിയാണ്. അത് അങ്ങനെ മുക്കി പൊക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ബിരിയാണി ഉണ്ടാക്കുന്ന ഞങ്ങളുടെ കുക്കിനെ കാണിച്ചു തന്നില്ല, അപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ കുക്ക്, നാസർ എന്നാണ് പേര്. അപ്പോഴേക്കും നല്ല കൈപ്പുണ്യാണ് കേട്ടോ. വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ടീവാണ്. പിന്നെ നമ്മൾ ചിക്കൻ വറുത്തത് അങ്ങ് കറിയിലേക്ക് ആഡ് ചെയ്തു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ കറിയുടെ കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പക്കത്തേക്ക് നല്ല ടേസ്റ്റിന് വേണ്ടി മല്ലിയിൽ വിതറിയിട്ടുണ്ട്. അപ്പം കിട്ടിയൊരു മണം എൻ്റെ പൊന്ന് ഗൈസ്, അടിപൊളിയാണ്. അപ്പം ഇത് കഴിച്ചാലുള്ള റിസൾട്ട് ഞാൻ പറയാം കേട്ടോ. അങ്ങനെ കറിയൊക്കെ സെറ്റായി. ഇപ്പം ദേ അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോകണം. അതിൻ്റെ ഏറ്റവും വലിയ ചെമ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ 200 പേർക്കൊക്കെ ഉണ്ടാക്കാനുള്ള ചെമ്പിലാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് ബിരിയാണി. അപ്പോഴേക്കും നമ്മുടെ കറുവപ്പട്ട, ക്യാരറ്റ് അങ്ങനെയൊക്കെ അരിഞ്ഞ് വെച്ച്, ഉലുവ എല്ലാം കൂടെ ഒരു എണ്ണയിലേക്ക് ഇട്ട് ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 13 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത് ഞങ്ങൾ. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. അങ്ങനെ ഫൈനലി നമ്മൾ റോസ്മേരി വാട്ടറും കൂടെ ഒഴിച്ചിട്ടുണ്ട്. റോസ്മേരി വാട്ടർ ഒഴിച്ചപ്പോൾ ഉള്ള മണം അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. പിന്നെ ഇത് വെള്ളം തിളയ്ക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോഴേക്കും പറഞ്ഞു, ഞാൻ വീടെടുത്ത് ക്ഷീണിച്ചല്ല, അതുകൊണ്ട് എനിക്കൊരു ചായ ഉണ്ടാക്കി തന്നു കേട്ടോ. ചായയൊക്കെ സമാധാനത്തോടെ ഇരുന്ന് കുടിക്കുകയാണ് കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് വെള്ളം തിളച്ചു. അപ്പോൾ നന്നായിട്ട് തിളച്ച് മറിയുന്നുണ്ട്. ആ തിളച്ച് പറയുന്ന വെള്ളത്തിലേക്ക് നമുക്ക് ബിരിയാണി റൈസ് ഇടാം. 13 ബക്കറ്റ് ബിരിയാണി റൈസാണ് ഇട്ടത് കേട്ടോ. അപ്പോൾ ഇതിനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കുന്നത് ഞാനാണ്. അപ്പോഴേക്കും എന്നോട് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഫൈനലി നമ്മുടെ ബിരിയാണി സെറ്റായിട്ടുണ്ട്. അപ്പോഴേക്കും നല്ല പഞ്ഞി പോലെ ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ പൂ പോലത്തെ ബിരിയാണിക്കകത്തോട്ട് നമ്മളിത് ക്യാരറ്റ് അരിഞ്ഞിടുകയാണ്. ഇനി അതിൻ്റെ സള്ളാസ് ഉണ്ടാക്കാൻ പോവാണ്. സള്ളാസിന് വേണ്ടി നേരെ 2 കൂട് തൈര് ഒഴിക്കണം. അങ്ങനെ അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. അങ്ങനെ ബിരിയാണിയുടെ മുകളിലേക്ക് മല്ലിയിലൊക്കെ ഇട്ട് നല്ല സ്റ്റൈലാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ബിരിയാണിയൊക്കെ അടിപൊളിയായിട്ട് കഴിച്ചു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.